സർക്കാർ ആശുപത്രിയിൽ ജനങ്ങൾ പോകാൻ മടിക്കുന്നു. കാരണം ഒരു ഓപ്പറേഷന് പോയാൽ ഒരു കത്രിക ഫ്രീ ആയിട്ട് കിട്ടുക. ഇപ്പോൾ പല മത്സരങ്ങളും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കൊച്ചിയിൽ മാത്രമാണ് നടക്കുന്നത്. ആരോഗ്യ മേഖല അവർ തകർന്നടിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. ഇതുപോലത്തെ ഒരു സ്റ്റേഡിയം വന്നാൽ, അതും അന്തർദേശീയ നിലവാരത്തെ സ്റ്റേഡിയം വന്നാൽ, നെഞ്ചുവേദനയുമായി പോയ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം മരണപ്പെട്ട സംഭവം നമ്മളെല്ലാവരും ഞെട്ടിച്ചത്. അത് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് വെളപ്പിൽ ഗ്രാമപഞ്ചായത്തിനും കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിനും തിരുവനന്തപുരം ജില്ലക്കും മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ അനുഗ്രഹമായിരിക്കും. ആരോഗ്യ മേഖല തകർത്തു എന്നുള്ളതായിരിക്കും ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ ഇതെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഇവിടെ മേയറെ നേരിട്ട് കാണുകയുണ്ടായി. അദ്ദേഹത്തിനൊരു നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കാട്ടാക്കട നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ 48 ഏക്കർ ഭൂമി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉടമസ്ഥാവകാശത്തിലുണ്ട്. നേരത്തെ വളരെ വിവാദമായിട്ടുള്ള ചവറുശാല അത് ഈ പ്രദേശത്താണുള്ളത്. പക്ഷേ അതും കഴിച്ചിട്ട് വിശാലമായ സ്ഥലം ഇപ്പോഴും ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥതയിലാണുള്ളത്. ഈ 48 ഏക്കർ ഭൂമിയിൽ നിന്ന് ഒരു 5 ഏക്കർ ഭൂമി വെളപ്പിൽ ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടത്. അതായത് അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം പണിയാനാണ് ഈ സ്ഥലം വെളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. വെളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം അവർ പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിൻ്റെ കോപ്പിയാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സൗമ്യയും അതുപോലെ വൈസ് പ്രസിഡന്റ് CS അനിലും ബാക്കി BJP നേതൃത്വവും നമ്മൾ ഇവിടെ കൈമാറിയിട്ടുള്ളത്. അതായത് ഇപ്പോഴും കേരളത്തിൽ ഇപ്പം വേണ്ടത്ര ഈ നമ്മുടെ സ്റ്റേഡിയങ്ങൾ ഇല്ല. അതുകൊണ്ട് നമ്മുടെ കായിക രംഗത്തുള്ള പല മത്സരങ്ങളും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കൊച്ചിയിൽ മാത്രമാണ് നടക്കുന്നത്. ഇത് നമുക്ക് ഈ വെളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ഈ നഗരസഭയ്ക്ക് അവകാശപ്പെട്ട ഈ ഭൂമിയിൽ ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം പണി കഴിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ കായിക പ്രേമികൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും, ആശ്വാസമായിരിക്കും, പ്രയോജനകരമായിരിക്കും എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് ലീസിന് ഈ ഒരു 5 ഏക്കർ സ്ഥലം വെളപ്പിൽ ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിവേദനമാണ് ഇന്ന് ഈ തിരുവനന്തപുരം മേയർ ശ്രീ VV രാജേഷിന് ഞങ്ങൾ കൈമാറിയിട്ടുള്ളത്. അദ്ദേഹം അതിനോട് ഭാവാത്മകമായി പ്രതികരിച്ചത്. പക്ഷേ അദ്ദേഹം അതിൻ്റെ സാങ്കേതിക വശങ്ങൾ, നിയമപരമായ വശങ്ങൾ എല്ലാം പരിശോധിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണുള്ളത്. അത് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് വെളപ്പിൽ ഗ്രാമപഞ്ചായത്തിനും കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിനും തിരുവനന്തപുരം ജില്ലക്കും മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് ഒരുപാട് സ്റ്റേഡിയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേഡിയം കൂടെ വരുന്നതുകൊണ്ട് ഉപകാരമാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ നമ്മുടെ കായിക രംഗത്തുള്ള കായിക താരങ്ങളും അതുപോലെ തന്നെ കായിക മേഖലയുള്ള അനവധി സംഘടനകളും നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റേഡിയത്തിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞിട്ടുണ്ട്. സഭ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ പല കളികളുടെയും മത്സരങ്ങൾ ദേശീയ നിലവാരത്തിലും അന്തർദേശീയ നിലവാരത്തിലുമുള്ള മത്സരങ്ങൾ നമ്മുടെ മികച്ച സ്റ്റേഡിയത്തിൻ്റെ അഭാവം കൊണ്ട് ഇപ്പം നടക്കുന്നില്ല. അതേ സമയത്ത് നമുക്ക് ഈ വെളപ്പിൽ ഇതുപോലത്തെ ഒരു സ്റ്റേഡിയം വന്നാൽ, അതും അന്തർദേശീയ നിലവാരത്തെ സ്റ്റേഡിയം വന്നാൽ സ്വാഭാവികമായിട്ടും അത് കായിക പ്രേമികൾക്കും കായിക മേഖലക്കും അത് വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വാഭാവികമായിട്ടും വെളപ്പിൽ ഗ്രാമപഞ്ചായത്ത് ഇത് കാണും. അതിന് ചെലവ് വഹിക്കാൻ അവർ തയ്യാറാകും. അത് ഏത് മേഖല, തനത് ഫണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടാണോ എന്നുള്ളതിനെക്കുറിച്ച് അത് പിന്നെ ഈ ഭൂമി കിട്ടുമെങ്കിൽ അത് അവരതിനെക്കുറിച്ച് ആലോചിക്കും, ചിന്തിക്കും, ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. സാർ, മറ്റൊരു വിഷയമുള്ളത് പാറശാലയിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ കെട്ടിട നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി, പക്ഷേ പ്രവർത്തനരഹിതമായിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നു. BJP പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പറഞ്ഞത്. അല്ല, ഇത് നമ്മുടെ ആരോഗ്യ മേഖല അവർ തകർന്നടിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. അത് കേവലം പാറശാലയിൽ മാത്രമല്ല,
കാട്ടാക്കട മണ്ഡലത്തിലെ വിളപ്പിൽ പഞ്ചായത്തിൽ മാത്രമല്ല കേരളമാകെ ആരോഗ്യ മേഖല ഇതുപോലെ തകർന്ന് തരിപ്പണമായിട്ട് അതിന് നെല്ലിപ്പടിയിലെത്തിയ കാലഘട്ടം മുൻപൊരിക്കലായിട്ടില്ല. അപ്പോൾ ആരോഗ്യ മേഖല തകർത്തു എന്നുള്ളതായിരിക്കും ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വിശേഷം എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുക. അതായത് ഒന്ന്, ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. അല്ല, പാറശാലയിൽ ഉപവാസം നാളെ നടക്കുന്നുണ്ട്. അതുപോലെ ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ വിളപ്പിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പം ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ നെഞ്ചുവേദനയുമായി പോയ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം മരണപ്പെട്ട സംഭവം നമ്മളെല്ലാവരും ഞെട്ടിച്ചത്. കാരണം അവിടെ ഒരു സൗകര്യവുമില്ല. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ലാബ് ടെക്നീഷ്യൻ ഇല്ല, ആരുമില്ല. ഇതുപോലെ തന്നെ മലയങ്കിയിൽ താലൂക്ക് ആശുപത്രിയുണ്ട്, അവിടെ കിടത്തി ചികിത്സിക്കാൻ പോലും സൗകര്യമില്ല. പുതിയൊരു കെട്ടിടം എടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. പക്ഷേ ഒരു രോഗിക്ക് പോലും അവിടെ ചികിത്സ ഇതിൻ്റെ പേരിൽ ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ മേഖല മാത്രമല്ല, ഇപ്പോൾ ഇവരുടെ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ ജനങ്ങൾ പോകാൻ മടിക്കുന്നു. കാരണം ഒരു ഓപ്പറേഷന് പോയാൽ ഒരു കത്രിക ഫ്രീ ആയിട്ട് കിട്ടുക ഇപ്പോൾ. അത്തരത്തിലാണ്. അതുകൊണ്ട് ജനങ്ങൾ ഭീതിയോടുകൂടി കാണുകയാണ് സർക്കാർ ആശുപത്രി.